Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് സംഭവിക്കുന്ന ചില ബ്ലെസ്സിങ്സ്, ചില ചേഞ്ചസ് ആയിരിക്കാം. അത് ഈ ഒരു സമയം നിങ്ങൾക്ക് ലൈഫിൽ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല, നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. ഓൾറൈറ്റ്, സോ അങ്ങനെ ഹിഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, മേജർ ചേഞ്ച് ഓർ ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെയാ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. പ്ലസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മേജർ ബ്ലെസ്സിങ്സ് വെരി സൂൺ. ഓൾറൈറ്റ്, സോ ആസ് യൂഷ്വൽ നമ്മളിവിടെ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, സോ ഈ 3 ഗ്രൂപ്പിൽ ഏത് പിക്ചറിനോടാണോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജെൻറിക് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ക്ലെയിം ഇറ്റ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ മെസ്സേജ്. ഓൾറൈറ്റ്, ആൻഡ് ഒരുപാട് ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. പ്ലീസ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് വാട്സപ്പ് ലിങ്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ നമ്മൾ എല്ലാ വീഡിയോസിന്റെ കമന്റ്സിലും ആഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഡയറക്ട്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. വേറൊരു സോഴ്സിൽ കൂടി നമ്മൾ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യില്ല. ആൻഡ് മെയിൻ ആയിട്ട് ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് പേഴ്സണൽ റീഡിങ്ങിന് കോൺടാക്ട് ചെയ്യില്ല. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് എ സ്കാമർ. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓൾറൈറ്റ്, സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey, group number 1. എന്തൊക്കെ ഹിഡൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? എസ്പെഷ്യലി നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ, മേജർ ബ്ലെസ്സിങ്സ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വരുത്തുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ കണക്ട് ചെയ്യാൻ പറ്റുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളോ ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 1 എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഹിഡൻ ബ്ലെസ്സിങ്സ്. പ്ലേഫുൾനെസ്, ദ സോഴ്സ്, പാർട്ടിസിപ്പേഷൻ ആൻഡ് ന്യൂ വിഷൻ. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 1 ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം മിക്ക ആളുകൾക്കും ഇത് നിങ്ങളായിട്ട് വരുത്തുന്ന ചില കാര്യങ്ങളാണ്, നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ക്ലൗൺ. ഓക്കെ, സോ ഒരു ക്ലൗൺ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ ഒരു റിയൽ സിറ്റുവേഷൻസ് ഹൈഡ് ചെയ്തിട്ടാണ് മറ്റുള്ള ആളുകളെ ചിരിപ്പിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? നിങ്ങളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തും അതുപോലെ തന്നെയാണ്. നിങ്ങൾ മറ്റുള്ള ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മേ ബി നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നതോ നിങ്ങൾ ഒരുപാട് ലിമിറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. സ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും ഒരു മേജർ സ്ട്രഗിൾ കൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, ഉള്ളിൽ ഒരുപാട് സങ്കടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളുടെ ഒരു ഫീലിംഗ്സ് എന്താന്നുള്ളത് പുറത്തേക്ക് കാണിക്കുന്നില്ല. ഓക്കെ, എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 1 മേ ബി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്തെങ്കിലും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇല്ലാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മേ ബി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര ഒരു സീരിയസ് ആയിട്ട് ലൈഫ് കാണാതെ കുറച്ച് ലൈറ്റ് ആയിട്ട് ചില ആളുകൾ ലൈഫ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വലിയൊരു പ്രോബ്ലംസ് നിങ്ങൾ സെൽഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്നില്ല. എസ്പെഷ്യലി നിങ്ങളെ തന്നെ ഫേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പേടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് പേടി, ആങ്സൈറ്റി, നിങ്ങൾ ഇതുപോലെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ പിറകോട്ട് വലിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അവിടേക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഫേക്ക് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നിങ്ങൾ ഫേക്ക് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റിയൽ സിറ്റുവേഷൻ എന്താന്നുള്ളത് അത്ര ഒരു സീരിയസ്നെസ്, ലൈഫിന്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നില്ല. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ പുതിയ സോഴ്സസ് കണ്ടുപിടിക്കുകയാണ്. സ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ബെറ്റർ ആയിട്ട് പല സിറ്റുവേഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണോ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള സോഴ്സസും നിങ്ങൾ വളരെ നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എസ്പെഷ്യലി നിങ്ങളുടെ ഉള്ളിലെ ചില കാര്യങ്ങൾ നിങ്ങൾ റീഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, റീക്രിയേറ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, നിങ്ങളുടെ ജോബ് ആയിരിക്കാം. കാരണം ചില ആളുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ ഇന്റൻഷൻ വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഇതുപോലത്തെ കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ന്യൂ വിഷൻ ആണ്, ഒരു പുതിയൊരു അവസരമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പേർപ്പസ്, അവിടെ ഒരുപാട് നിങ്ങൾക്ക് ഫൈനാൻഷ്യലിയും സ്പിരിച്വലി ആയിട്ടുള്ള ചേഞ്ചസും കൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ, നിങ്ങളുടെ ഓത്തന്റിക് ആയിട്ടുള്ള നേച്ചറിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ലൈഫ് വളരെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് വളരെ സങ്കടമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, എപ്പോഴും നിങ്ങൾ ആ ഒരു സങ്കടത്തിനെ പറ്റിയിട്ട് മാത്രം ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ഇൻസ്റ്റേഡ് നിങ്ങൾ സ്വയം നിങ്ങളെ പ്രിറ്റൻഡ് ചെയ്യുക നിങ്ങൾ സന്തോഷമാണ് എന്നുള്ളത്. കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പറയാ നിങ്ങൾ ഹാപ്പിയാണ്, ചിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവണമെന്നില്ല ചിരിക്കാൻ. കാരണം മിക്ക ആളുകളും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിൾ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് പലതും കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, എസ്പെഷ്യലി മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത്. കാരണം നിങ്ങൾക്ക് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള വലിയൊരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഒരു പ്ലേസിൽ വന്ന് കോൺഫിഡന്റ് ആയിട്ടൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു വിഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേർപ്പസിന്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ഇന്ററാക്ട് ചെയ്യേണ്ട ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സോഷ്യലി കണക്ട് ചെയ്ത് വരേണ്ട ആളുകളായിരിക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇതുപോലെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് സോഴ്സസ് നിങ്ങൾ ഓപ്പൺ ആക്കുന്നുണ്ട്. ഓക്കെ, അത് ചെയ്യാനുള്ള, അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ടൈമിൽ നിങ്ങൾ ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ ആ ഒരു ലാക്നെസ്സിൽ നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് റിയാലിറ്റിയിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ വെരി കെയർഫുൾ. ഗ്രൂപ്പ് നമ്പർ 1, ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, എസ്പെഷ്യലി ലൈഫ് ഒരുപാട് സീരിയസ് ആക്കി എടുക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ഒരുപാട് സീരിയസ് ആക്കി എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് യു ആർ ഡീലിംഗ് വിത്ത് യുവർ ഇന്നർ ചൈൽഡ്. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ, അവരെ പാനിക് ആക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ആണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് പാനിക് ആവുന്ന, നിങ്ങൾ ഒരുപാട് വരി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളെ പാനിക് ആക്കാതിരിക്കുക, ആങ്സൈറ്റി കൊടുക്കാതിരിക്കുക, പേടിപ്പിക്കാതിരിക്കുക. നിങ്ങൾ വേറെ എല്ലാ കാര്യങ്ങളും വിട്ടേക്കോ. നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്ന എന്ത് സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാം വിട്ടേക്കോ. ജസ്റ്റ് എൻകറേജ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഫേക്ക് ചെയ്യുക. നമ്മൾ പറയല്ലോ ഫേക്ക് ഇറ്റ് ടിൽ മേക്ക് ഇറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. കാരണം നിങ്ങൾ അതിന്റെ സോഴ്സ് ആണ് കണക്ട് ചെയ്യുന്നത്. ഇല്ലാത്തൊരു പ്ലേസ് നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അപ്ഗ്രേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ്, ബോഡി, നിങ്ങളുടെ തോട്ട്സ് എല്ലാം ഫ്ലെക്സിബിൾ ആവുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ജഡ്ജ് ചെയ്യാതിരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ അവെയർ ആണ്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമില്ല. ഇത് ചില ആളുകൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അങ്ങനെയാണ് സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സംശയമുണ്ട് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്താണോ, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. അങ്ങനെ അല്ലാത്ത ആളുകൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1, എന്തൊക്കെ മേജർ ഹിഡൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡെഫിനറ്റ്ലി റിയാലിറ്റിയിലേക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് നിങ്ങളുടെ ബോഡി ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവും, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ശരീരം പല കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവും മനസ്സൊക്കെ ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സാക്രൽ ചക്ര, സെക്ഷൽ എനർജി ഒരുപാട് കണക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. What major blessings are coming for you, group number 1? Alright, group number 1. See, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡോർ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോർ, ബ്ലോക്ക്ഡ് ആയിട്ട് കിടന്നിട്ടുള്ള ചില സിറ്റുവേഷൻ, സ്പെഷ്യലി ചക്രാസ്, നിങ്ങളുടെ ചുറ്റുപാടിൽ പല പല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളായിരിക്കാം, ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ശ്രമിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതുപോലെ പുറത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ
പുറമേലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. ആക്ച്വലി നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളിലേക്കാണ് ആക്ച്വലി ഫോക്കസ്ഡ് ആവുന്നത്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സെൽഫായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് പേടി ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു പുറമേ നിങ്ങൾ അത് ഒരു രീതിയിലും കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ അത് കൊണ്ടുവരുന്ന ഒരു മേജർ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. എസ്പെഷ്യലി ചക്രാസ്, എസ്പെഷ്യലി നിങ്ങൾ കുറച്ചുകൂടെ ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ റിസീവബിൾ ആവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ആക്ച്വലി റിയാലിറ്റിയിൽ വരുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാം. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അത് റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ നിങ്ങളും കുറച്ചുകൂടെ അവെയർ ആയിട്ടിരിക്കുക. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലൈഫിൽ ഇതുപോലത്തെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പുറത്ത് എന്തൊക്കെയാണോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ട് തോന്നുന്നത്, സോ ആ ഒരു സമയത്ത് നിങ്ങൾ അത് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷൻ വേണ്ടത്, ജസ്റ്റ് ഗീവ് ദ ക്ലിയർ പിക്ചർ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ അതിനെ പറ്റിയിട്ട് റൈറ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക, അതിനെപ്പറ്റി റൈറ്റ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾ കൊടുക്കുക. ടിപ്പ് നമ്പർ 1. ഓൾറൈറ്റ്, ആൻഡ് സി ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ച്വലി റൈറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ റിയാലിറ്റിയിലേക്ക് മെയിൻ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത് നിങ്ങളടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ചെറുപ്പത്തിലെ എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വലിയ താല്പര്യമായിരുന്നു, ആളുകളായിട്ട് സംസാരിക്കാനൊക്കെ. ഓക്കെ, സോ ആ ഒരു സമയത്ത് അത് എന്തൊക്കെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാനത് പ്രിറ്റൻഡ് ചെയ്യായിരുന്നു, അറിഞ്ഞോ അറിയാതെയോ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും അറിഞ്ഞിട്ടല്ല. സോ നമുക്ക് ഒരു കാര്യത്തിനോട് വളരെ കൂടുതൽ ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് തോന്നും അത് നമ്മളാണെന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ അറിയാതെ തന്നെ ഫേക്ക് ആക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അറിയാതെ പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒരു ആക്ടറായിട്ട് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡാൻസർ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുക. ഈവൻ നമ്മൾ അതല്ല എന്നുണ്ടെങ്കിൽ പോലും റിച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ ഒന്നും ഇല്ലാത്തടത്ത് പ്ലേസിൽ നിന്ന് നമ്മളൊരു റിച്ച് ആണ്, വെൽത്തി ആണ് എന്നുള്ള ഒരു ഫീലിങ്സ് ഒക്കെ വരാ എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഓക്കെ, ആ ഒരു ഡിസയർ ഉണ്ടാവുക, നമുക്ക് അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും റിച്ച്നെസ് ഫീൽ ചെയ്യാൻ പറ്റാന്നൊക്കെ പറയുന്നത് വലിയ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതുപോലത്തെ മാറ്റമാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കത് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു വേർഷനില്. ഓക്കെ, സോ ഇത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു സമയത്ത് എസ്പെഷ്യലി മിക്ക ആളുകൾക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് നിങ്ങളുടെ ഒരു ഹിഡൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയോ സമയത്ത് നിങ്ങൾ ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാണ്. വെരി സൂൺ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ പാഷൻ, ഓക്കെ, പാർട്ടിസിപ്പേഷൻ, നിങ്ങൾ എന്തെങ്കിലും കോമ്പറ്റീറ്റർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ടാലന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, എസ്പെഷ്യലി സോഷ്യലി മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫെയിമിലേക്കൊക്കെ അട്രാക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. കാരണം നിങ്ങൾ ഒരുപാട് ആളുകളുള്ള ഒരു പ്ലേസിലേക്കാണ് നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടാലന്റ് ഉള്ള ആളുകളായിരിക്കാം. ഓൾറൈറ്റ്, ഫോർ എക്സാമ്പിൾ ചില ആളുകൾക്ക് നമുക്ക് അറിയില്ല നമ്മളുടെ പാഷൻ എന്താണ്, നമ്മുടെ വിഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് ആ ഒരു ലൈക്ക്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, നമുക്ക് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. നമ്പർ 1, it's a confirmation. Group number 1, new vision, passion ignited. Okay, so നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ലൈക്ക് നിങ്ങൾക്ക് എന്തോ ഒരു മേജർ പാഷൻ ഉണ്ട്, അതെന്തൊക്കെയാന്നുള്ളത് യാതൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ള ആളുകൾക്ക് അത് എങ്ങനെ കണക്ട് ചെയ്യണം, അത് ലൈഫിൽ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ന്യൂ വിഷൻ ആണ്, ന്യൂ വേർഷൻ ആണ് മെയിൻ ആയിട്ട്. ഓക്കെ, ഒരു ഫയർ ആണ്, നിങ്ങൾക്ക് ഒരുപാട് കാലത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കൈൻഡ് ഓഫ് വിഷ് കം ട്രൂ സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അത് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ, നിങ്ങളുടെ ഓതന്റിസിറ്റിയിൽ, നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു മേജർ മറ്റൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റൈറ്റ് സെക്ഷൽ ഹാബിറ്റ്സിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ നിങ്ങൾ എങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ ഒരു ഓത്തന്റിക് സെക്ഷൽ എനർജി, ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ഒരു ഓറ, ചക്രാസ് ഒക്കെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാനും നാച്ചുറലി, ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളേ അല്ല, നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ച് ആക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ തോട്ട്സിൽ. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് അത് നിങ്ങൾക്ക് പല ഏരിയാസിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാക്രൽ ചക്ര ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ മെയിൻ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് സെക്ഷൽ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന സെക്ഷൽ പാർട്ട്നേഴ്സ് ആയിരിക്കാം, അത് മേ ബി നിങ്ങൾ ഒരുപാട് ബ്ലോക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് മീ, ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഒരു
റൈറ്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ലൈക്ക് ഇത്ര കാലം നിങ്ങൾ എങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോയി എന്നുള്ളത്, സോ ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, കാരണം നിങ്ങൾ അതുപോലത്തെ റൈറ്റ് ആയിട്ടുള്ള ചില കാര്യത്തിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബോഡി, എവറിഥിങ് വിൽ ബി താങ്ക്ഫുൾ ടു യുവർ സെൽഫ്. അതുപോലത്തെ ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ, പോസിറ്റീവ് മൊമെന്റ്സ് ആണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ലൈഫ് എത്ര സീരിയസ് ആക്കി എടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അത് ഈവൻ ചില ആളുകൾക്ക് ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, try to see the best health, try to see or try to pretend the best health. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡ് അത്ര ഒരു സ്ട്രോങ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിനും ആ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മെന്റൽ പവർ ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രിറ്റൻഡ് ചെയ്യാനുള്ള ഒരു കഴിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഒരുപാട് സോഴ്സിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് ഒരൊറ്റ വഴി മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വഴിയും അറിയുന്നുണ്ടാവില്ല അത് ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ. ജോബ് ഇല്ലാത്ത ആളുകളായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ സോഴ്സസിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മേജർ ബ്ലെസ്സിങ്. ട്രസ്റ്റഡ്, ക്ലെയിം ഇറ്റ്. ഓക്കെ, സോ ഇതുപോലത്തെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് don't forget to share. So hope you like this reading, group number 1. Let's move to group number 2 now. Hey, group number 2. എന്തൊക്കെ ഹിഡൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എസ്പെഷ്യലി നിങ്ങളുടെ ഇന്നർ സെൽഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഓർ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കണം. ഇതുപോലത്തെ മാറ്റങ്ങൾ, ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മൊറാലിറ്റി, ഗ്രൂപ്പ് നമ്പർ 2. ഓർഡിനറിനെസ്, ബ്രേക്ക് ത്രൂ ആൻഡ് ട്രസ്റ്റ്, ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ ചില നിയമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ചില നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റിസ് ആയിരിക്കാം. ഓക്കെ, മീൻസ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മേജർ ഡിസിഷനെ പറ്റിയിട്ട് ഈ ഒരു സമയത്ത് ചിന്തിച്ചു തുടങ്ങുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സാധാരണ സിറ്റുവേഷനെ പറ്റിയിട്ട് മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു കൈൻഡ് ഓഫ് സെൽഫ് അവയർനെസ് ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇത്ര കാലം നിങ്ങൾ മേ ബി നിങ്ങളുടെ ഒരു ഫാമിലി, നിങ്ങൾ വളർന്നു വന്നിട്ടുള്ള ഒരു ചുറ്റുപാടായിരിക്കാം, അവിടെ നിന്നുണ്ടായിട്ടുള്ള നിങ്ങളുടെ ഒരു ബിലീഫ് ആയിരിക്കാം, ലിമിറ്റഡ് ആയിട്ടുള്ള നോളേജ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടേതായിട്ടുള്ള ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത്ര കാലം നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും പറയാണ്, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഇത് മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ, നിങ്ങൾ യൂസ്ഡ് ആയി പോയിട്ടുള്ള ചില സിറ്റുവേഷൻ, പക്ഷെ നിങ്ങൾക്ക് അതിന് പുറത്തേക്ക് വരണം എന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ഒക്കെ ഇതിങ്ങനെ പോവുള്ളൂ, ഇതിങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ഇതിന്ന് പുറത്തേക്ക് വരരുത് എന്നുള്ള മെസ്സേജ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് മേ ബി ചില ആളുകൾക്ക് എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ജോബ് ഒന്ന് മാറണോ വേണ്ടയോ എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇത്ര മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇത്ര മാത്രമേ ഫൈനാൻഷ്യലി കരിയർ വൈസ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അങ്ങനത്തെ ഒരു ബിലീഫിനോ അങ്ങനത്തെ കൾച്ചറിനൊക്കെ വരുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. ഓക്കെ, ചില ആളുകൾക്ക് അത് റിലേഷൻഷിപ്പ് സിറ്റുവേഷനും ആയിരിക്കാം, നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് പാറ്റേൺ ആയിരിക്കാം. സോ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അതിന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാനുള്ള ഒരു പേടിയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഒരു അത്ര വിഷമാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഐഡന്റിറ്റിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തെങ്കിലും കാര്യം എഗെയിൻസ്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടാവും എന്നുള്ള ഒരുപാട് തോട്ട്സ് മേ ബി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം ഗ്രൂപ്പ് നമ്പർ 2. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു മൊറാലിറ്റി, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ ഒരു മോറൽ ആയിട്ടുള്ള ഒരു സൈഡ്. ഓക്കെ, അവിടെ നമ്മളുടെ ഒരു ശരിയും തെറ്റും, അവിടെ നമ്മൾ ഒരുപാട് ലിമിറ്റ് നമുക്ക് കൊടുക്കാതെ ഇരിക്കുന്നതായിരിക്കാം. സോ ഇതുപോലത്തെ ചേഞ്ചസ്, ഇതുപോലത്തെ ഒരു ഫ്രീഡം നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ
ഓൾറെഡി അങ്ങനത്തെ ഒരു ട്രാക്കിലായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി ചില മേജർ ബ്രേക്ക് ത്രൂ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം. അതിലൊരു കറേജ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ചിലത് വീണ് പോട്ടെ അല്ലെങ്കിൽ ചിലത് പൊട്ടിക്കാനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു കാര്യത്തിൽ കൂടിയാണ് ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് വേറെ ഒരാളുടെയും അഡ്വൈസ് അല്ല എടുക്കേണ്ടത്. നിങ്ങൾക്ക് ശരി എന്താണോ തോന്നുന്നത് അതിൽ മാത്രം നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ എന്തോ ആയിക്കോട്ടെ, അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, സോ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ചെയ്യാൻ തോന്നുന്നത്, നിങ്ങളുടെ ശരി എന്താണോ അതിൽ മാത്രമായിട്ട് നിങ്ങൾ നിൽക്കുക. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ പുറത്തേക്ക് വരേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മേ ബി ലൈക്ക് ശീലിച്ചു പോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അത് മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ ഹാബിറ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് ആയിരിക്കാം, നിങ്ങളൊരു ലിമിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് മനസ്സിലാക്കുക, ചില മാറ്റങ്ങൾ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കാം. നമ്മൾ ശീലങ്ങളൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ അതിൽ നിങ്ങൾ പാനിക് ആവാതിരിക്കുക. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പോലും ചെയ്യാതെ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ട അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ലൈഫ് നിങ്ങൾ അങ്ങനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലതിന്ന് മാറി നിൽക്കാൻ, ചില ആക്ഷൻസ് എടുക്കുക. അത് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചില കാര്യത്തിൽ നിന്ന് ഉണ്ടാവുന്നതായിരിക്കാം. സോ നിങ്ങൾക്ക് തോന്നാണ് ചില പ്ലേസ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല, ചില ആളുകളെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അവർ നിങ്ങൾക്ക് ഇവിടെ എല്ലാം നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു ആക്ഷൻ, നിങ്ങളുടെ ഒരു മോറൽ സൈഡ്, നിങ്ങളുടെ ഒരു ഡിസിഷൻ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ശരി എന്ന് തോന്നുന്ന കാര്യം, നിങ്ങൾക്ക് കൊടുക്കുന്ന ജസ്റ്റിസ്, അവിടെ വേറൊരാളും നിങ്ങൾ അഡ്വൈസ് എടുക്കാതിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, what major blessings are coming for you? So എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് don't be panic, it's a great blessing for you, group number 2. ഓക്കെ, കാരണം ഒരു സ്ട്രഗിൾ ഇല്ലാതെ ഒരു മാറ്റം ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഈവൻ നിങ്ങളൊരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം നിങ്ങൾ സാധാരണ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സി ഇറ്റ്സ് അഗൈൻ ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും സെൽഫായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഇത്ര കാലമായിട്ട് നിങ്ങൾ ലൈഫിൽ ലാക്കായിട്ട് നിന്നിട്ടുണ്ടായിരിക്കുക സ്നേഹമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പുറമേ നിന്ന് കിട്ടുന്ന സ്നേഹം എന്നല്ല, നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാക്കായിട്ട് തോന്നുന്നത് സ്നേഹമായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഈവൻ നിങ്ങൾക്ക് സ്നേഹം തരുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ലാക്നെസ് സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് സ്നേഹം എന്ന് മാത്രമല്ല, പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ അതുപോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് നിങ്ങളുടെ ഒരു ഓൾഡ് ചാപ്റ്ററെ നിങ്ങൾ കീറിക്കളിയാണ്, നിങ്ങളൊരു ഐഡന്റിറ്റി നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ആ ഒരു സ്ട്രഗിൾ ആക്ച്വലി ചില പെയിൻഫുൾ നമുക്ക് ഏറ്റവും സന്തോഷവും തരും അല്ലെ. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോഡി പെയിൻ നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ നമ്മുടെ ബോഡി ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് കാണാൻ തന്നെ നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യമാണ് അല്ലെ. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ചില പെയിൻഫുൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടും തരും, ഒരു ഹാപ്പിനെസ്സും നമുക്ക് തരും എൻഡ് ഓഫ് ദി ഡേ. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളൊരു വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കാം, മറ്റുള്ള ആളുകളുടെ അഡ്വൈസ് എടുക്കാതിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി കമ്പയർ ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഡിഫറെന്റ് ആണ്, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലൂടെ നിങ്ങൾ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, കമ്പാരിസൺ, ഒരു ജെലസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കുന്നുണ്ടാവില്ല, അവർ നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ല, നിങ്ങളുടെ ലൈഫ് ചില സിറ്റുവേഷനിൽ നിങ്ങൾ സന്തോഷമായിട്ടും ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ സെൽഫ് ലവ്, അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാം. ഓക്കെ, സ്നേഹിക്കുക മീൻസ് ലൈക്ക് വെറുതെ നിങ്ങൾ എന്തെങ്കിലും അഫർമേഷൻസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുക എന്ന് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, സോ നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകുന്ന സമയത്ത് റോങ് ആയിട്ടുള്ള പ്ലേസിൽ അത് നമുക്ക് എന്തൊക്കെ ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ നമ്മൾ വെക്കാൻ സാധിക്കില്ല അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കാം, പക്ഷെ അവിടെ നമുക്ക് ഗ്രോത്ത് ഇല്ല എന്നുള്ള സമയത്ത് നമുക്ക് അവിടുന്ന് മാറി നിൽക്കാൻ തോന്നും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ലവ്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അത് ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, പ്ലേസ് ആയിരിക്കാം, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഹാവ് ദി കറേജ് ടു ബ്രേക്ക് ഇറ്റ്.
ഓക്കെ, സോ ചിലതൊക്കെ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ട്രസ്റ്റഡ് ഗ്രൂപ്പ് നമ്പർ 2, ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾ ട്രസ്റ്റ് ആയി ചിലതൊന്നും നിങ്ങൾ ചാടിക്കോ, ചിലതൊന്നും നിങ്ങൾ വീണോട്ടെ, നിങ്ങൾ അവിടെ സേഫ് ആയിട്ട് നിങ്ങൾ ലാൻഡ് ചെയ്യും. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എന്റെ വാക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഹാപ്പി അല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പുറത്തേക്ക് വരാം. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മാറി ചിന്തിക്കാൻ തുടങ്ങാം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരിയിൽ മാത്രമായിട്ട് നിങ്ങൾ നിൽക്കുക. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറിയിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉണ്ടാവേണ്ടത്. നിങ്ങൾ മാത്രമായിട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അവിടെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ജേർണിയാണ്, നിങ്ങൾ മാത്രമായിട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ ആണ്, ഡിസിഷൻ ആണ്, ആൻഡ് നിങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സക്സസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ് ഒക്കെ ബ്രേക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, ഓർ ചില കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, ജോബ് മാറുന്ന സിറ്റുവേഷനും ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, ഡോണ്ട് ഗിവ് അപ്പ്. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ചില ആളുകൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതായിരിക്കാം, ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങളത് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് സക്സസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും നിങ്ങളടുത്ത് പറയാണ് നിങ്ങളെ കൊണ്ട് അത് പറ്റുമോ, മേ ബി അവര് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഓക്കെ, മേ ബി അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ സ്റ്റോറി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുക. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എന്തൊക്കെ ഇമ്പോസിബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യാം. എന്തെങ്കിലും ആക്ഷൻസ് അതിലേക്കൊക്കെ കൊണ്ടുവരുത്താം. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് സ്നേഹം നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. അത് മെയിൻ ആയിട്ട് നിങ്ങളോട് തന്നെ. ഓക്കെ, ആ ഒരു കൈൻഡ്നെസ്, സ്നേഹം, കൺസിഡറേഷൻ ഒക്കെ നിങ്ങൾ സെൽഫായിട്ട് കൊടുക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെയുള്ള ആളുകളും സിറ്റുവേഷനും നിങ്ങൾ അതുപോലെ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങളെ കാണാം. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു സ്റ്റോറി ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ കുറച്ചുകൂടി മേ ബി സെൽഫ് ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കറേജ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 2, what major blessings are coming to you? Victory and success again, group number 2. Moving on. Alright, ജേർണി അത്ര ഈസി ആയിരിക്കില്ല ഗ്രൂപ്പ് നമ്പർ 2, പക്ഷെ കീപ് ഗോയിങ്. ഓക്കെ, സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കാതെ ലെറ്റ് ഗോ ആയിരിക്കാം, മുന്നോട്ട് വരാം. എത്ര സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും ശ്രമിക്കാം, എത്ര റിജക്ഷൻസ് ഉണ്ടെങ്കിലും ശ്രമിക്കാം. ജോബ് വൈസ്, ഫൈനാൻഷ്യൽ വൈസ്, ഓക്കെ, ഓർ എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും മേ ബി നിങ്ങൾക്ക് പല സിറ്റുവേഷൻ പല കാര്യങ്ങൾ അറ്റ് ദ സെയിം ടൈം സംഭവിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ ഡോണ്ട് ഗീവ് അപ്പ്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മേജർ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് നമ്പർ 2 അഗൈൻ നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതായിരിക്കും മേ ബി മിക്ക ആളുകളും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, മേ ബി നിങ്ങൾ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, മേ ബി ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് മേ ബി പുറമേ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മേ ബി ആരെങ്കിലും നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നതായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് പ്രോസ്പെരിറ്റി കൊണ്ട് തരുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ ഒരു ഗിഫ്റ്റ് മേ ബി നിങ്ങളുടെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടി കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് ആയിരിക്കാം. ഓക്കെ, അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം നിങ്ങൾ ത്രൂ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ്, ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് എന്ത് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ആവില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു ലാസ്റ്റ് മൊമെന്റിലാണെന്നുണ്ടെങ്കിൽ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. സോ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ജോബ് ആയിരിക്കാം, വർക്ക് പ്ലേസിലെ സിറ്റുവേഷൻ ആയിരിക്കാം, ട്രസ്റ്റഡ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുക. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരില്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഒരു ജെന്യൂൻ ഇന്റൻഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാതിരിക്കരുത്. അതാണ് നിങ്ങളുടെ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത്. അത് ഈ ഒരു സമയത്ത് ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ വേണം എന്ന് പറയാ, വേണ്ടാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ വേണ്ട തന്നെ പറയാനുള്ള ഒരു കരേജ് നിങ്ങൾക്ക് ഉണ്ടാക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന അത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ ഗ്രോത്തും സംഭവിക്കുന്നുണ്ട്, ഫൈനാൻഷ്യൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്.
ഓക്കെ, സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾ കുറെയൊക്കെ നിങ്ങളുടെ ഒരു മോറൽ സൈഡ് നോക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു എത്തിക്സ് നോക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ശരിയും തെറ്റും നിങ്ങൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആളുകൾ ചെയ്യുന്ന ശരിയും തെറ്റും. അവിടെ ഇമോഷൻസ്, അവിടെ ഇത്ര കാലമായിട്ട് നിങ്ങളൊരു വർത്ത്ലെസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം, പീപ്പിൾ പ്ലീസർ ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഒരു ബിലീഫിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് നിന്നിട്ടുണ്ടായിരിക്കണം. ഇതിങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഈവൻ നിങ്ങൾക്ക് അത് റീതിങ്ക് ചെയ്യാനുള്ള പല പല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇത്ര കാലമായിട്ട് അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേയ്, ഗ്രൂപ്പ് നമ്പർ 3, എന്തൊക്കെ ഹിഡൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഇന്നർ സെൽഫിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ബ്ലെസ്സിങ്, ചേഞ്ച് ഓർ ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3, ഇന്റഗ്രേഷൻ. ക്ലിംഗിങ് ടു ദ പാസ്റ്റ് ഇസ് റിവേഴ്സ്ഡ്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾ പാസ്റ്റിൽ തന്നെ സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഓർ ചില കാര്യത്തിന്റെ ഒരു പാസ്റ്റിലെ ചില സിറ്റുവേഷൻ, അത് നിങ്ങളുടെ ട്രോമാസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു സ്ട്രഗിൾ ആയിരിക്കാം, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, അതിന്റെ ഒരു ഇന്റൻസ് കുറച്ച് വരുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഫീലിംഗ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഹെൽത്തി അല്ലാത്ത സിറ്റുവേഷൻ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊളിറ്റിക്സ് ഗ്രൂപ്പ് നമ്പർ 3 ആൻഡ് ചേഞ്ച്. ഓൾറൈറ്റ്, സോ പൊളിറ്റിക്സ് ആക്ച്വലി സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, സോ ഇത് പുറമേ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഫോർ എക്സാമ്പിൾ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തമ്മിലുള്ള ഒരു പൊളിറ്റിക്സ് ഒരു എന്താ പറയുക, ഒരു ജെന്യൂൻ അല്ലാത്ത സിറ്റുവേഷൻ അല്ല ആക്ച്വലി സംഭവിക്കുന്നത്. മെയിൻ ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ആക്ച്വലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാം, എസ്പെഷ്യലി നിങ്ങളുടെ പാസ്റ്റ്. ഓക്കെ, ചില ആളുകളായിരിക്കാം, ചില ഫീലിംഗ്സ് ആയിരിക്കാം, ചില സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല ചില സിറ്റുവേഷൻ. പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു രണ്ടാളുകൾ ഫൈറ്റ് ചെയ്യുന്നത് പോലെ. ഒരാൾക്കത് വേണം, അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമായിരിക്കാം വേണം, പക്ഷെ ആ ഒരു എന്താ പറയുക, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അത് റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ഓക്കെ, റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഒരു മൈൻഡ് വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വേറൊരു പേഴ്സൺ പറയുന്നത് വേണ്ട എന്നുള്ളതായിരിക്കാം. സോ നിങ്ങളുടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഫീലിങ്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, പെരുമാറ്റമൊക്കെ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ട് അത് ഡീൽ ചെയ്യുന്ന, നിങ്ങളുടെ അടുത്ത് തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പുതിയ ഹാബിറ്റ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് വിചാരിക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു മാറ്റം വേണം, രാവിലെ എപ്പോഴും എണീക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതായിരിക്കാം അല്ലെ. സോ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക അല്ലെ. നമ്മുടെ ഉള്ളിൽ വേറൊരു പേഴ്സൺ ആയിരിക്കാം പറയുന്നുണ്ടായിരിക്കാം വേണ്ട, കുറച്ചും കൂടെ കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ആ ഒരു രണ്ട് പേഴ്സണാലിറ്റി, ആ ഒരു രണ്ട് മൈൻഡ് തമ്മിലുള്ള ഒരു കൈൻഡ് ഓഫ് കോൺഫ്ലിക്ട്, ഫൈറ്റ് ആണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിന് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് സി, നിങ്ങൾ ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇത്ര കാലം നിങ്ങൾ ശ്രമിച്ചതുപോലെയല്ല, ഈ ഒരു ടൈമിൽ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, റൈറ്റ് പ്ലേസിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ചില കാര്യം നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരിക്കണം, ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ ചില ആളുകൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ വലിയ രീതിയിൽ കൺട്രോൾ ചെയ്യും അല്ലെ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചില ഓർമ്മകൾ ഉണ്ടാവും, ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ അതിനൊക്കെ ഒരു റൈറ്റ് പ്ലേസിൽ കൊണ്ടുവെക്കുന്നുണ്ട്, ഒരു ഡിസ്റ്റൻസിൽ വെക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് ചില വിട്ടുകളയാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നതോ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതോ ആയിട്ടുള്ള നിങ്ങളുടെ ട്രോമാസ് ആയിരിക്കാം മേ ബി. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് ഒരു റൈറ്റ് പ്ലേസിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കൊണ്ടുവെക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മൈൻഡിനെ, ആ ഒരു വ്യക്തിയെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആക്ച്വലി ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് ആ ഒരു സ്ട്രോങ് പൊളിറ്റിക്സ്. നിങ്ങൾ ഇത്ര കാലം സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ള ഒരു പാസ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾ എണീറ്റ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നില്ല.
ഓൾറൈറ്റ്. എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് അത്ര മറക്കാൻ പറ്റാത്ത ചില ഇമോഷണൽ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ടൈം എഫേർട്ട് ഒക്കെ ഇപ്പോഴും നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് അത് ഇപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ ഇമോഷൻസ് ഒരുപാട് എഫക്ട് ആവുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളായിട്ട്, ഇത് ആരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, നിങ്ങളായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്ലേസ് നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങളുടെ ഈ ഒരു പാസ്റ്റ് ഒക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആയിട്ടുള്ള ഒരു ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു റൈറ്റ് ഹാബിറ്റിലേക്ക് വരുന്ന സമയത്ത്, റൈറ്റ് ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത്, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ചില പാസ്റ്റുള്ള സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എത്ര നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നാലും നമ്മളത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തോളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് സംഭവിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് പല കാര്യങ്ങളും മറക്കാനും ക്ഷമിക്കാനും ഉള്ള പുതിയ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉള്ള ഒരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആളുകൾ കൊണ്ട് സ്നേഹം കൊണ്ടൊക്കെ നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും മറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതൊക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആവുക, പുതിയ കാര്യത്തിലേക്ക്, പുതിയ ആളുകളിലേക്ക് കണക്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾ സ്വയം കൊടുക്കുക. നിങ്ങളുടെ ലൈഫിന് എസ്പെഷ്യലി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഫ്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്ര കാലമായിട്ടൊന്നും ഇല്ലാത്തൊരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ടോക്സിക് ആക്കുന്നതോ നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് എക്സ്പീരിയൻസ് തരുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ലൈഫിന്റെ പല ഏരിയാസിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. മേ ബി നിങ്ങളുടെ ജോബ് ആയിരിക്കാം, വർക്ക് പ്ലേസ് ആയിരിക്കാം, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളായിരിക്കാം, റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്, നിങ്ങൾ അലോ ചെയ്യുന്നത് പുതിയ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് തരുന്നത് ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. ഓക്കെ, നമ്പർ 1 again is a confirmation for you, group number 3. ഓക്കെ, സോ നിങ്ങൾ പുതിയ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ അലോ ചെയ്യുന്നുണ്ട്. അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാവുക എന്നുള്ളത് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്, മണി അല്ലെങ്കിൽ ജോബിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, അതായിരിക്കാം മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ഫൈനാൻഷ്യൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ബിലീഫ് ഉള്ള ആളുകളായിരിക്കാം. എനിക്ക് ഇത്രേ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടുള്ളൂ എന്നുള്ള വലിയൊരു ബ്ലോക്ക് നിങ്ങളുടെ തോട്ട്സിൽ തന്നെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ അത് ഡീൽ ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സേവിങ്സിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, ആൻഡ് അഗെയിൻ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോസ്പെരിറ്റി എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് പല ഏരിയാസിലും പ്രോസ്പെരിറ്റി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ലാക്നെസ് നിന്ന് നിങ്ങൾ ഒരുപാട് ഫ്ലോ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, സ്നേഹത്തിന്റെ ആണെന്നുണ്ടെങ്കിലും ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ഇപ്പൊ നിങ്ങളുടെ ലൈഫ് ഒന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. ഓക്കെ, സോ നിങ്ങൾ പല കാര്യത്തിലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. ഒരു സിറ്റുവേഷൻ നിങ്ങൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുക. സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന മൈൻഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതിലേക്ക് മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 3, what major blessings are coming for you? കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് പുറമേ ഉണ്ടാവുന്ന ചേഞ്ച് അല്ല, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റാണ്. സോ നമുക്ക് ലൈക്ക് ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയാലും മാത്രമേ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽഫ് ബേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഒരു ഫീലിങ്സ്, നമ്മളുടെ ഒരു ഡിസയർ ഒക്കെ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് വരുന്ന സമയത്ത്, ഒരു ഹെൽത്തി ഹാബിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നാച്ചുറലി നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ചില ആളുകൾക്ക് ഉള്ള ഹാബിറ്റ്സ് പോലെ, ഓക്കെ, ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒക്കെ പോലെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെ അത് നമുക്ക് അൺഹെൽത്തി ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ബാലൻസ് ചെയ്യാനും ഇല്ലാതെ കൊണ്ടുവരാനും സാധിക്കുന്നതാണ് ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്നത്, ഒരു മൈൻഡ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഇല്ലാണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയാനുള്ള ഒരു കരേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ വലിയ ഡിസൈർ ഒക്കെ കാണേണ്ട ഒരു സമയമാണ്. ഓക്കെ, വലിയ വലിയ എക്സ്പെക്ടേഷൻ, വലിയ വിഷൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക. ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ലിമിറ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ തോട്ട്സ്.
ഓക്കെ, കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം ഒരു സ്റ്റേബിൾ ആയി അഗെയിൻ ലൈക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, സ്വന്തം കാലില് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നും ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തോന്നും. പക്ഷെ നെക്സ്റ്റ് മൊമെന്റിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് തന്നെ വരുന്നതായിരിക്കാം. ഓക്കെ, പിന്നെ ചെയ്യാം മാറ്റി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ഓക്കെ, ഈ ഒരു ഫയർ ഇല്ലാണ്ടാക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് അപ്പം തോന്നിയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ മാറ്റുന്നതായിരിക്കാം. ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു മൈൻഡിന് നിങ്ങൾ അടിയുറച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് വരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തു തുടങ്ങുന്നുണ്ടായിരിക്കണം. നിങ്ങൾ പാസ്റ്റിൽ നിന്നും ഈ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മേജർ ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒരു ചേഞ്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതിയ കാര്യത്തിലേക്ക് വരിക എന്നുള്ളതൊക്കെയാണ്, പുതിയ എക്സ്പീരിയൻസിലേക്ക് വരിക എന്നുള്ളതൊക്കെയാണ് ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത്. ഇപ്പം ഉള്ളത് വിട്ട് കളഞ്ഞാൽ അതും ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. സോ നമ്മൾ പുതിയ കാര്യത്തിലേക്ക് എപ്പോഴും നമ്മളെ കണക്ട് ചെയ്യാൻ അലോ ചെയ്യണം. പുതിയ എക്സ്പീരിയൻസ്, പുതിയ ആളുകളായിരിക്കാം, പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നതും പുതിയ ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നുണ്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, ജോബ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ റീപ്ലേസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല എത്ര കാലമായിട്ട്. ഓക്കെ, ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ചില ആളുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഈറ്റിംഗ് ഹാബിറ്റ് ഓർ എന്തെങ്കിലും ഫിസിക്കൽ ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബോഡി ഒക്കെ ഒരുപാട് ഫ്ലെക്സിബിൾ ആക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ബോഡി ബിൽഡർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോങ് ബിസിനസ് മൈൻഡ് ഉള്ള ആളുകളായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്ട്രോങ് ബിസിനസ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ മൈൻഡ് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടായിരിക്കണം പല കാര്യത്തിലേക്കായിട്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മെന്റൽ കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി ബിസിനസ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഫിസിക്കാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരാളും അവിടെ സംസാരിക്കാൻ വരില്ല. ഗ്രൂപ്പ് നമ്പർ 3 അത് നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എത്ര ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. കാരണം ഈ ഒരു സമയത്ത് വേറൊരു ആളും അല്ല, വേറൊരു സിറ്റുവേഷൻ ഒന്നും അല്ല നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ തോട്ട്സ് ആണ്, നിങ്ങളുടെ മൈൻഡ് ആണ്. അത് നിങ്ങൾ ശീലിച്ചു വന്നതുകൊണ്ടാണ്. ഒന്നിനോട് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള അട്രാക്ഷനോ അല്ലെങ്കിൽ സ്നേഹമോ അഡിക്ഷൻസോ ഒന്നും ഉള്ളത് കൊണ്ടല്ല. നിങ്ങളുടെ ഒരു മൈൻഡ് ഹാബിറ്റ് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ്ഡ് ആണ്, ബ്രേക്ക് ഇറ്റ്. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ നിങ്ങളുടെ മൈൻഡും ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ അത്ര സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി, ഫിസിക്കലി ഒക്കെ നിങ്ങൾ ഒരുപാട് ചേഞ്ച് വരുത്തുന്നുണ്ട്. ഓക്കെ, ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അതല്ലാതെ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ വന്നാലും നമുക്കതൊന്നും ക്യാരി ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മൾ. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള കാര്യം വന്നാലും നമുക്കത് റൈറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത്ര സ്ട്രോങ് ബേസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം, നിങ്ങളൊരു ബെറ്റർ ഹാബിറ്റ്സ് ആയിരിക്കാം. വർക്ക് ഓൺ യുവർ സെൽഫ്. ഓൾറൈറ്റ്, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.